2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് ചരിത്ര ഭൂരിപക്ഷം. 62 പേരെ നിയമസഭയിലെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചകളോട് ചർച്ചകളാണ്. AICCയും ഹൈക്കമാൻഡും പ്രത്യേക നിരീക്ഷകനും അതിനെല്ലാം ഉപരിയായി KPCCയിലുമൊക്കെ ചർച്ച വേണം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ. മാത്രവുമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ എണ്ണം 3. AICC ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MPയുമായ KC വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചില്ല. പക്ഷേ എങ്കിലും ഈ വലിയ ഭൂരിപക്ഷം കണ്ടപ്പോൾ, UDFൻ്റെ നേട്ടം കണ്ടപ്പോൾ മുഖ്യമന്ത്രിയാകണമെന്ന മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ട്. മാത്രവുമല്ല, AICCയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ കൂടിയാണ് KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധം. രണ്ടാമത് കഴിഞ്ഞ 5 വർഷമായി UDFനെ പ്രതിപക്ഷത്തിരുന്ന് നയിച്ച VD സതീശൻ. വലിയ ഭൂരിപക്ഷമില്ലായിരുന്നിട്ടും നിയമസഭയിൽ ഭരണപക്ഷത്തോട് പോരടിച്ചും വലിയ തരത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയുമൊക്കെ ഘടകകക്ഷികളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ആ നിശ്ചയദാർഢ്യം, അതാണ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും മോഹമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരൊക്കെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന താല്പര്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ചെറിയൊരു വിഭാഗമല്ല, നല്ലൊരു വിഭാഗം ജനതയും VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന താല്പര്യക്കാരാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നല്ലൊരു ശതമാനവും. അടുത്തത് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവുമൊക്കെ വലിയ തരത്തിൽ വിജയം വരിച്ചു. അതിനെല്ലാം ഉപരിയായി മുൻ പ്രതിപക്ഷ നേതാവാണ്. AICC നേതൃത്വനിരയിലുണ്ട്. അതിനു മുന്നേ തന്നെ പറയാം, വലിയ നാളത്തെ പരിചയ സമ്പത്ത്, അതാണ് രമേശ് ചെന്നിത്തലയുടെ കൈമുതൽ. പരിചയ സമ്പത്ത് എന്ന കൈമുതൽ മുന്നിൽ വെച്ചാണ് രമേശ് ചെന്നിത്തല തൻ്റെ മുഖ്യമന്ത്രി മോഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം MLAമാരുടെ പിന്തുണയുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ഇപ്പോൾ MLAമാരുടെ പിന്തുണയുടെ പിൻബലത്തോടു കൂടിയാണ് എല്ലാവരും മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നത്. ആരും പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല. പക്ഷേ ആവശ്യം ഉന്നയിക്കുന്നവരിൽ പ്രമുഖർ ഉണ്ട്. അത് MLAമാർ, MPമാർ, അതിനെല്ലാം ഉപരിയായി ചില നേതാക്കന്മാരും മുതിർന്നവരുമൊക്കെ. എന്തായാലും കൊണ്ടുപിടിച്ച ചർച്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഈ നിമിഷം വരെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. ആദ്യ ചർച്ച ഡൽഹിയിൽ. കാരണം ഒരു നിരീക്ഷകനെ കണ്ടെത്തണം. സംസ്ഥാനത്തെ UDF MLAമാരുടെ, കോൺഗ്രസ് MLAമാരുടെ മനസ്സിലിരിപ്പറിയണം. ആർക്കൊപ്പമാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ആരെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ഈ ജയിച്ച ആളുകൾ താല്പര്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിരീക്ഷകർ വേണം. നിരീക്ഷകർ ഈ MLAമാരുടെ മനസ്സ് പഠിക്കും. തൊട്ടു പിന്നാലെ AICCയുടെ മുന്നിലേക്ക് പേരുകളെത്തും. ആ പേരുകളിൽ ആരോടാണ് താല്പര്യം AICCക്കുള്ളതെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി VD സതീശനോടൊപ്പം ഉറച്ചു നിന്ന ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അവരവരുടെ അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജനഹിതമറിഞ്ഞായിരിക്കണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ജനഹിതം എന്ന് പറയുമ്പോൾ പാർട്ടിക്കും അപ്പുറം കേരളത്തിലെ ജനങ്ങൾ എന്ത് കണ്ടാണ് വോട്ട് ചെയ്തതെന്ന ബോധം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകണം എന്ന മനസ്സിലിരിപ്പാണ് മുസ്ലിം ലീഗ് പുറത്തുവിട്ടിരിക്കുന്നത്. അവർ തുറന്നു പറഞ്ഞിട്ടില്ല ഇന്നയാൾ മുഖ്യമന്ത്രിയാകണം അല്ലെങ്കിൽ ഇന്നയാൾക്കാണ് പിന്തുണ എന്ന കാര്യം. എങ്കിൽ തന്നെയും മനസ്സുകൊണ്ട് അവർക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനോട് ഒരു താല്പര്യമുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ 5 വർഷമായി ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നിപ്പില്ലാതെ, കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ, ഉപതിരഞ്ഞെടുപ്പുകളിൽ വലിയ നേതൃത്വം നൽകി വൻ വിജയം നേടുവാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ഘടകകക്ഷികളിൽ ചിലരെല്ലാം പറയുന്നത്. എന്തായാലും ലീഗിൻ്റെ മനസ്സിലിരിപ്പ് അവർ തുറന്നു പറയാൻ തയ്യാറല്ല. പക്ഷേ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതിനുമപ്പുറം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, അവർ തർക്കങ്ങൾക്കില്ല. പക്ഷേ അവരും പറയുന്നത് ജനമനസ്സറിഞ്ഞ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രിയെന്ന്. പിന്നീടുള്ളതിൽ നിർണായകമായ പ്രാധാന്യമുള്ളത് RSPക്കാണ്. RSPയും
അവർക്ക് 3 പേർ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് 3 MLA-മാരുണ്ട്. ഇത് കൂടാതെ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചത് RSPയുടെ സീറ്റിലായിരുന്നു. അങ്ങനെ ഫലത്തിൽ ആ കണക്കുകൾ നിരത്തുമ്പോൾ 4 MLA-മാരുടെ പിൻബലം RSPക്കുമുണ്ട്. ഇവർക്കൊക്കെ താല്പര്യം VD സതീശനെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് സ്വാഭാവികമായും ഇത്തരം ചർച്ചകൾ പതിവാണെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇത്തരത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് ചില കീഴ്വഴക്കങ്ങളുണ്ട്. പാർലമെൻ്ററി പാർട്ടി ആയിരിക്കും, പാർലമെൻ്ററി പാർട്ടി ലീഡറിനെ തിരഞ്ഞെടുക്കുക, അതുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്, അതൊരു ജനാധിപത്യ മര്യാദയാണ് എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ തന്നെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലൊന്നും തന്നെ കാണാത്ത തരത്തിൽ അധികാരം കിട്ടുന്ന സമയത്ത് എത്തപ്പെടുന്ന നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള വരവുകളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഇത്തരം ആളുകളെ തടയിടാനോ അവർക്കെതിരെ അഭിപ്രായം പറയാനോ ഒന്നും തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ MLA-മാർക്കോ അല്ലെങ്കിൽ MP-മാർക്കോ അതിനുപരി നേതാക്കന്മാർക്കോ കഴിയുന്നില്ല. കാരണം ഡൽഹിയിലെ ചരട് ഇത്തരം ആളുകളുടെ കയ്യിലാണ്, അവരാണ് സൂക്ഷിക്കുന്നത്. ഭാവിയിൽ മത്സരിക്കണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടും നേതൃനിരയിൽ നിന്ന് പോകണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടും ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എല്ലാം 2 ദിവസത്തിനുള്ളിൽ കലങ്ങിത്തെളിയും എന്നാണ് KPCC അധ്യക്ഷൻ തന്നെ പറയുന്നത്. നിരത്തിൽ ഒരുപാട് പേരുടെ ഫ്ലക്സ് ബോർഡുകളുണ്ട്. അത് ഒരു ഫ്ലക്സ് ബോർഡിലേക്ക് ചുരുങ്ങപ്പെടും, ആ ആൾ മുഖ്യമന്ത്രിയായി മാറപ്പെടും, അതൊരു വിസ്മയമായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്തായാലും ജനങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്തു. 102 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് UDFനെ എത്തിച്ചു. അധികാരത്തിലെത്താൻ അവസരമൊരുക്കി നൽകി. ആ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. പക്ഷേ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, നേതൃനിരയിൽ ആരെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വോട്ട് ചെയ്തവരെ തന്നെ വല്ലാതെ മടുപ്പിക്കാനായിരിക്കും സാധ്യത.